ഫ്രണ്ട്സ്, നമുക്ക് ഡെസേർട്ട് കാണാൻ പോയാലോ? ഡെസേർട്ട് ഞാനിങ്ങനെ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ആ മണ്ണിലോട്ട് അങ്ങോട്ട് കാല് വെക്കുന്നത്. അതിൻ്റെതായ എല്ലാത്തരം എക്സൈറ്റ്മെൻറ്റ്സും എന്നിൽ ഞാൻ കാണുന്നുണ്ട്. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് എത്തിയത്, അതുകൊണ്ട് തന്നെ സൺസെറ്റ് ഒക്കെ നല്ലോണം കാണാൻ പറ്റി. നമ്മുടെ ഹീറോ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ഡെസേർട്ട് സ്റ്റണ്ട് നടത്തുന്നുണ്ടായിരുന്നു. വണ്ടി വെച്ചിട്ട് ലാൻഡ് ക്രൂസറും ഹമ്മറും വണ്ടിയൊക്കെ വെച്ചിട്ട് അടിപൊളി സ്റ്റണ്ടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചു. ഈ കാണുന്നത് ഒരു കയറ്റമാണ്. ഈ കയറ്റം കയറി മണ്ടേ പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കണം എന്ന് വിചാരിച്ചില്ല. ഞാൻ മറ്റേ ദമ്മിട്ട് വെച്ചിരിക്കുന്ന ദം ബിരിയാണി പോലെയാണ് അവിടെ നിന്നത്. അങ്ങയുടെ പ്രഷർ, ചൂട്, ഹ്യൂമിഡിറ്റി എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ നടന്ന് മുകളിലെത്തിയപ്പോൾ എന്ത് വ്യൂ ആയിരുന്നു എന്നറിയോ? നമുക്ക് അതിൻ്റെ മുകളിലെത്തുമ്പോൾ സീ കാണാൻ പറ്റും. സീ ആൻഡ് ഡെസേർട്ട് കൂടി കിടക്കുന്ന, അങ്ങോട്ട് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു അത്. പിന്നെ ഈ പാരച്യൂട്ട് അവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ ഇതിലൊന്നും കയറാനുള്ള അത്ര വലിയ ധൈര്യവും മനഃശക്തിയുമുള്ള കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ആ സ്കൈയും സീയും എല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് കിടക്കുന്ന ഒരു ഫീലാണ്. ഇതിൽ കടൽ ഏതാ ആകാശം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീ ഒരു ബ്ലൂ ഗ്രീൻ കളറിലാണ് നമുക്ക് വിസിബിൾ ആകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആയിരുന്നു. താഴ്ന്ന മേള് വരെ വന്നതിൽ ഒരു നഷ്ടമില്ല എന്ന് തൃപ്തികരമായി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. നമ്മുടെ ഹീറോ അവിടെ നിന്ന് കത്തി വെക്കുന്നുണ്ട്, കണ്ടില്ല നോക്കാം. എന്നിട്ട് ഇപ്പുറത്തോട് നോക്കുമ്പോൾ ആ പോകുന്ന റെഡ് വണ്ടി കുറേ പ്രാവശ്യം സാൻഡിൽ മുങ്ങിപ്പോയെങ്കിലും അതീവ കോൺഫിഡൻസോടുകൂടി അവരത് താഴെ എത്തിച്ചു. പോരാത്തിന് നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ഡ്രൈവ് ചെയ്തെടുത്ത് സ്റ്റണ്ടിനോട്ട് അങ്ങോട്ട് ഇറങ്ങുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്നുള്ളൊരു അശരീരി ഞാൻ എവിടെ നിന്നോ കേട്ടു. അപ്പോഴേക്കും ഞാൻ തിരിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒരു ലാൻഡ് ക്രൂസർ വീണ്ടും താഴോട്ട് പോകാൻ പോകുന്നു. അത് കാണാതെ പോയി ഇനി വീട്ടിൽ വന്ന് ഡിപ്രഷൻ അടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതും കൂടെ കണ്ടിട്ട് പോകാന്ന് വെച്ച് നോക്കി നിന്നു. അതും ഇടാതെ സ്മൂത്തായിട്ടങ്ങ് ലാൻഡ് ചെയ്തു. അവരും സ്റ്റണ്ടിന് പോകാനായിട്ടങ്ങ് ഇറങ്ങി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു. എന്ന് പറയുമ്പോൾ വണ്ടിഭ്രാന്തന്മാരായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ അങ്ങ് നടന്നു. ഹോളിഡേയും ഓഫ് ഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇങ്ങ് താഴെ എത്തിയപ്പോൾ നമ്മുടെ സൂര്യൻ ഉറങ്ങാൻ പോവാന്ന് തോന്നുന്നു. അവൻ ഗോൾഡൻ സൺസെറ്റായി പോയി. അതും അങ്ങോട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ ഹീറോ പോകുന്നു വീട്ടിലോട്ട്. അങ്ങനെ കൂടെ ഞാനും അങ്ങ് വല പിടിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ വീട്ടിലെത്തി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരുടെ പ്രൈവസിയും കൂടെ നോക്കണമല്ലോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.